ത്രിയേകദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. കർത്താവിൽ പ്രിയ വിശ്വാസികളുടെ സമൂഹമായ കുഞ്ഞുങ്ങളെ നിങ്ങളെ ഏവരെയും വളരെ വിനീതമായി പ്രഭാതവചനത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇന്ന വിഷയമായി കൊണ്ടുവന്നിരിക്കുന്നത് പാപമോചനം. നമുക്ക് പാപമോചനം ഏതൊക്കെ രീതിയിലാണ് ലഭിക്കുന്നത്? വിശുദ്ധ മാമോദീസയിലൂടെ, വിശുദ്ധ കുർബാനയിലൂടെ, വിശുദ്ധ കുംഭസാരത്തിലൂടെ, വിശുദ്ധ വിവാഹ ശുശ്രൂഷയിലൂടെ, അതുപോലെ തന്നെ മറ്റ് ശുശ്രൂഷകളിലൂടെയും ഒക്കെയാണ് നമുക്ക് പാപമോചനം ലഭിക്കുന്നത്. വിശുദ്ധ മാമോദീസയിലൂടെ നമുക്ക് പാപമോചനം എങ്ങനെയാണ് ലഭിക്കുന്നത്? പാപത്താൽ വികലമാക്കപ്പെട്ട ആദാമിൻ്റെ മക്കളെ വീണുപോയ മനുഷ്യവർഗത്തിൻ്റെ ഭാഗവാക്കുകളാക്കി ജനിച്ചിരിക്കുന്നതിനാൽ അതിൽ നിന്നും ശുദ്ധീകരിച്ച് ശക്തിപ്പെടുത്തി വൈകല്യമില്ലാത്ത യഥാർത്ഥ മനുഷ്യ സ്വഭാവം നൽകുവാൻ മാമോദീസ പ്രയോജനപ്പെടുത്തുന്നു. മാമോദീസ മുങ്ങുന്ന ഏതൊരുവനും ലഭിക്കുന്ന പാപമോചനം ഇതാകുന്നു. ഇനിയും വിശുദ്ധ കുർബാനയിലൂടെ നമുക്ക് പാപമോചനം എങ്ങനെ ലഭിക്കുന്നു? കടങ്ങളുടെ പരിഹാരവും പാപങ്ങളുടെ മോചനവും പ്രാപിക്കുവാനായി വിശുദ്ധ കുർബാന നാം അനുഭവിക്കുന്നു. കർത്താവ് യേശു മിശിഹായുടെ തിരുശരീര രക്തങ്ങൾ പാപപരിഹാരപ്രദമായ തീക്കട്ടയാകുന്നു. യേശയ്യ ദീർഘദർശിയുടെ നാവിൽ തൊട്ട തീക്കനൽ അവന് പാപപരിഹാരം നൽകി ശുദ്ധീകരിച്ചതുപോലെ വിശുദ്ധ ശരീര രക്തങ്ങളാകുന്ന തീക്കനലും വിശ്വാസികളുടെ നാവിൽ വെച്ച് പാപമോചനം നൽകി വിശുദ്ധീകരിക്കുന്നു എന്ന് നമുക്ക് അറിയാം. വിശുദ്ധ കുർബാനയുടെ ഒരുക്ക ശുശ്രൂഷയിൽ സഭയിലെ എല്ലാ വിശുദ്ധന്മാരുടെയും മധ്യസ്ഥതയിൽ അഭയം പ്രാപിച്ചുകൊണ്ട് ജീവനുള്ളവരുടെയും മരിച്ചുപോയവരുടെയും കടങ്ങളുടെ പരിഹാരത്തിനും പാപങ്ങളുടെ മോചനത്തിനും ദൈവസന്നിധിയിലുള്ള മുഖപ്രസന്നതയ്ക്കുമായി പട്ടക്കാരൻ യേശുമിശിഹായോട് പ്രാർത്ഥിക്കുന്നു. വിശുദ്ധ കുർബാനയിൽ തങ്ങളുടെ പ്രത്യേക അപേക്ഷകൾ സമർപ്പിച്ചുകൊണ്ട് സംബന്ധിക്കുന്നവരെയും സകല മരിച്ചുപോയവരെയും രക്ഷയുടെ പാതയിൽ തിരികെ വരുത്തുവാനും പുരോഗമിക്കുവാനുമുള്ള പ്രാർത്ഥനയാണ് നാം അവിടെ കാണുന്നത്. ഒരുക്കപ്പെട്ട അപ്പവീഞ്ഞുകളുടെ മുകളിൽ ധൂപം അർപ്പിച്ചുകൊണ്ട് പട്ടക്കാരൻ ചൊല്ലുന്നത് നമ്മുടെ പാപപരിഹാരത്തിന് വേണ്ടിയിട്ടുള്ള പ്രാർത്ഥനയാണ് എന്ന് അത് നമ്മൾ വളരെ ആഴമായി മനസ്സിലാക്കിയാൽ നമുക്ക് അതിൽ നിന്നും മനസ്സിലാക്കുവാൻ സാധിക്കും. പാപപരിഹാരം നൽകുവാനും വെടിപ്പാക്കുവാനും എന്ന് തുടങ്ങുന്ന പ്രാർത്ഥന സംബന്ധിക്കുന്ന സർവ്വസഭാ മക്കളുടെയും ജീവനുള്ളവരുടെയും വാങ്ങിപ്പോയവരുടെയും പാപമോചനത്തിനായിട്ടുള്ള പ്രാർത്ഥനയാണ് എന്ന് നമുക്ക് അതിൽ നിന്നും മനസ്സിലാകും. ആത്മാവിൻ്റെ മലിനീകരണമായ അഴുക്കിനെ കഴുകിക്കളയുന്ന അഥവാ പാപമോചനത്തിൻ്റെ പ്രതീകമായ പട്ടക്കാരൻ വിശുദ്ധ രഹസ്യങ്ങളെ സ്പർശിക്കുവാൻ തന്നെ ഒരുക്കുന്നതാണ് കൈകഴുകൽ ശുശ്രൂഷ. പട്ടക്കാരൻ സ്വന്തം പാപങ്ങളുടെയും വിശുദ്ധ കുർബാനയിൽ ഓർക്കുവാൻ പ്രത്യേകം അപേക്ഷ സമർപ്പിച്ചിരിക്കുന്നവരുടെയും പാപങ്ങളെയും ദൈവം പരിഹരിക്കുവാൻ ത്രോണോസിന്റെ മുമ്പിൽ മുട്ടുകുത്തിക്കൊണ്ടുള്ള പ്രാർത്ഥന രക്ഷയുടെ അനുഭവത്തിൽ തിരുശരീരങ്ങൾ അനുഭവിക്കുവാൻ സഭയെ മുഴുവനായി ഒരുക്കുന്നതാണ്. ഉപദേനുകളെല്ലാം ജീവനുള്ളവരുടെയും മരിച്ചവരുടെയും പാപപരിഹാരത്തിനായിട്ടുള്ള മധ്യസ്ഥ പ്രാർത്ഥനകളാണല്ലോ എന്ന് നമുക്ക് ഏവർക്കും അറിയാമല്ലോ. നാം കുർബാനയിൽ വിശുദ്ധിയോടും വെടിപ്പോടും കൂടി ചെന്ന് സംബന്ധിക്കുകയും അനുതാപത്തോടുകൂടി ആ ഓരോ ശുശ്രൂഷയിൽ നാം അതിൽ ആകുകയും ചെയ്യുമ്പോഴാണ് നമുക്ക് പാപമോചനം ഉണ്ടാകുന്നത് എന്ന് നമുക്ക് ഏവർക്കും അറിയാം. എന്നാൽ അത് എത്രമാത്രം പ്രാവർത്തികം നമ്മൾ ആക്കുന്നുണ്ട് എന്നുള്ളതാണ് ഇപ്പോൾ നമ്മോട് തന്നെ ചോദിക്കേണ്ടത്. കർത്താവിൻ്റെ തിരുശരീര രക്തങ്ങളുടെ അനുഭവം വഴി വിശുദ്ധ തൃത്വത്തിന് ഞങ്ങളെ തന്നെ പുതുക്കി സമർപ്പിച്ചവർ വിശുദ്ധ തൃത്വത്തിൽ നിന്നും പാപമോചനം പ്രാപിച്ചു രക്ഷയുടെ പുതുക്കപ്പെട്ട അനുഭവത്തിൽ വളരുവാൻ കൃപ ഏറ്റുവാങ്ങുന്ന ശുശ്രൂഷയാണ് വിശുദ്ധ കുർബാന എന്ന് നാം മനസ്സിലാക്കേണ്ടതുണ്ട്. കുംഭസാരത്തിലൂടെ നമുക്ക് ലഭിക്കുന്നത് ക്രിസ്തുവിനോട് ചേരുന്ന ഏതൊരു വ്യക്തിക്കും പാപമോചനം ആദ്യം വിശുദ്ധ മാമോദീസ വഴിയും പിന്നീട് രണ്ടാമതോ മൂന്നാമതോ ഏതവസരത്തിലും പാപമോചനം ലഭിക്കുവാനുള്ള മാധ്യമം കുംഭസാരവുമാണ് എന്ന് നാം മനസ്സിലാക്കേണ്ടതുണ്ട്. ഈ അർത്ഥത്തിൽ
വിശുദ്ധ കുമ്പസാരത്തെ രണ്ടാം മാമോദിസ എന്ന് വിളിക്കുന്നു എന്ന് നാം ഓരോരുത്തരും അറിഞ്ഞിരിക്കേണ്ടതുണ്ട്. അടുത്തതായി നമുക്ക് മനസ്സിലാക്കേണ്ടത് വിശുദ്ധ വിവാഹ കൂദാശയിലൂടെ നമുക്ക് പാപമോചനം ലഭിക്കുന്നുണ്ട്. പാപമോചനത്തിൻ്റെ ആശയങ്ങൾ പ്രത്യക്ഷമായും പരോക്ഷമായും വിവാഹ ശുശ്രൂഷയിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. അനുതാപത്തിൻ്റെ 51-ാം സങ്കീർത്തനം വിവാഹത്തിൻ്റെ 2 ശുശ്രൂഷകളിലും ചൊല്ലുകയും 2-ാം ശുശ്രൂഷയിൽ മണവാട്ടിയെ മൂടുപടം ധരിപ്പിച്ചതിന് ശേഷമുള്ള പ്രാർത്ഥനയിൽ ആ പാപിനിയോടെന്ന പോലെ നിങ്ങളുടെ കടങ്ങളും പാപങ്ങളും ക്ഷമിക്കുകയും ചെയ്യട്ടെ എന്ന് ചൊല്ലുന്നതാണ് പ്രത്യക്ഷമായുള്ളത് എന്ന് നമുക്ക് മനസ്സിലാകും. മറ്റ് ശുശ്രൂഷകളിലൂടെ നമുക്ക് ലഭിക്കുന്നത് കർത്താവിൻ്റെ 2ാമത്തെ വരവിൽ കടങ്ങളുടെ പരിഹാരവും പാപങ്ങളുടെ മോചനവും ലഭിച്ച് നിത്യജീവന്റെ പൂർണ്ണത ലഭിക്കാനുള്ള പ്രാർത്ഥനയാണല്ലോ ശവനമസ്കാര ശുശ്രൂഷയിൽ ഉടനീളമുള്ളത്. മാനസികമോ ശാരീരികമോ ആയ യാതൊരു ബലഹീനതകളും ഇല്ലാത്ത ദൈവരാജ്യത്തിന്റെ അനുഭവത്തിന് ക്രിസ്തു നൽകുന്ന ആദ്യത്തെ പാപമോചനത്തിന്റെ പ്രതീകമായിട്ടാണ് രോഗികളുടെ തൈലാഭിഷേകം നടത്തുന്നത് എന്ന് നമുക്ക് ഏവർക്കും അറിയാം. ആയതിനാൽ ഇതിൽ പാപമോചനത്തിന്റെ പ്രാർത്ഥനകളാണ് മുഴുവനും. രോഗത്തിന് പാപം കാരണമാകുന്നു എന്ന അടിസ്ഥാന തത്വത്തിലാണ് രോഗത്തിന്റെ ശമനത്തിന് പാപമോചനം ആവശ്യമായിരിക്കുന്നു എന്ന നിലയിൽ ഈ ശുശ്രൂഷ ക്രമീകരിച്ചിരിക്കുന്നത്. ഭവന ശുശ്രൂഷകളിലും ആ ഭവനാംഗങ്ങളുടെ പാപമോചനത്തിനായുള്ള പ്രാർത്ഥനകളുണ്ട്. സക്കായുടെ അനുതാപവും പ്രായശ്ചിത്തവും അവനും കുടുംബാംഗങ്ങൾക്കും രക്ഷയ്ക്ക് കാരണമായി തീർന്നത് ഇവിടെ പ്രത്യേകം ശ്രദ്ധേയമാണ്. ലൂക്കോസ് എവൻഗേലിയസ്തയുടെ രക്ഷാസുവിശേഷം 19-ാം അധ്യായം 9-ഉം 10-ഉം വായിക്കുമ്പോൾ നമുക്ക് ഇതൊക്കെയും മനസ്സിലാക്കുവാൻ സാധിക്കും. മോശ, അഹറോൻ, നബിയന്മാർ, സ്ത്രീയന്മാർ എന്നിവരിൽ വസിച്ച പരിശുദ്ധ റൂഹ ഇവരിൽ വസിച്ച് അവരെ പാപത്തിൽ നിന്നും കഴുകി നിർമ്മലരാക്കുവാൻ പ്രാർത്ഥിക്കുന്നു. തന്മൂലം അവർ പൂർണ്ണത പ്രാപിക്കുന്നു. എന്നാൽ ഒരു അർത്ഥവത്തായ ആശയമാണ് സഭയുമായി വ്യക്തിക്കുള്ള പൂർണ്ണ സ്നേഹത്തിൻ്റെ ബഹിഷ്പൂർണമായ ഒരു വിവാഹമായിട്ടാണ് പട്ടം കൊടുക്കൽ സഭ നടത്തുന്നത്. സഭയെ വിവാഹം ചെയ്യുന്ന പട്ടക്കാരൻ ക്രിസ്തുവിൻ്റെ സ്നേഹം നൽവരത്തിൻ്റെ പൂർത്തിയാണ് പ്രാപിക്കുന്നത്. ലോകത്തെ രൂപാന്തരപ്പെടുത്തുവാനുള്ള സ്നേഹത്തിൻ്റെ ശക്തി സംഭരണമാണ് ഈ ശുശ്രൂഷ. അതുമൂലം താൻ മുഖാന്തരമായി തന്നോട് ബന്ധപ്പെട്ട് നിൽക്കുന്ന സഭയും രക്ഷയിലേക്ക് വരുന്നു. ഇവിടെയും പാപമോചനവും രക്ഷയും എന്ന ആശയം സ്പഷ്ടമായി കാണാം. ആയതിനാൽ സഭയിൽ നടക്കുന്ന ഓരോ ശുശ്രൂഷയും നാം വളരെ വിശ്വാസത്തോടും അനുഗ്രഹത്തോടും കൂടി പോയി സംബന്ധിക്കുന്നുവെങ്കിൽ ദൈവം അതിനൊക്കെയും നമ്മളെ അനുഗ്രഹിക്കും എന്നുള്ളത് നാം മനസ്സിലാക്കി ദൈവാലയത്തിൽ നടക്കുന്നതായ എല്ലാ ശുശ്രൂഷകളിലും നമുക്ക് സമയമുള്ളപ്പോഴൊക്കെയും എങ്കിലും പോയി അതിൽ സംബന്ധിക്കുകയും നാം അതിൽ ഭാഗഭാക്കായി അനുഗ്രഹം പ്രാപിക്കുകയും ചെയ്യണമെന്ന് ഈ അവസരത്തിൽ ഓർപ്പിച്ചുകൊണ്ട് പാപമോചനം എങ്ങനെയാണ് നമുക്ക് ലഭിക്കുന്നത് എന്ന് ഈ ഭാഗം ശരിക്കും ശ്രവിക്കുന്നുവെങ്കിൽ നമുക്ക് മനസ്സിലാക്കുവാനും സാധിക്കും. അതിനു വേണ്ടിയിട്ട് മാമോദിസ മുങ്ങിയവരായ നമ്മൾ കുർബാനയിൽ സംബന്ധിച്ച് കുർബാന അനുഭവിക്കുകയും വിവാഹ ശുശ്രൂഷയിൽ സംബന്ധിക്കുകയും മറ്റുള്ള ശുശ്രൂഷകളിലൊക്കെയും സംബന്ധിക്കുകയും ചെയ്യുമ്പോൾ ദൈവം നമ്മളെ അനുഗ്രഹിക്കും. അതിനായിട്ട് നമുക്കേവർക്കും ചേർന്ന് പ്രാർത്ഥിക്കാം. ദൈവം നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. എൻ്റെ വാക്കുകൾ ഇവിടെ ഉപസംഹരിക്കട്ടെ. നന്ദി, നമസ്കാരം.